വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്ന പോലീസ് ഹൈക്കോടതിയിൽ. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബ് ആണ്. അമൽ, മനീഷ്, റിബേഷ്, വഹാബ് എന്നിവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. മനീഷും റിബേഷും ഇടത് സൈബർ വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിയമകാര്യ ലേഖകൻ CN പ്രകാശാണ് ചേരുന്നത്. വലിയ തോതിൽ UDF അധിക്ഷേപങ്ങൾ നേരിട്ട ഒന്നായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? ലീഗ് പ്രവർത്തകനായ PK കാസിം നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ കേസ് ഡയറി ഹാജരാക്കാൻ വടകര പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ 21-ാം തീയതി വരെ ആണ് കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടി പോലീസിന് സമയം നൽകിയിട്ടുള്ളത്. പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് വഴിയും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബ്, പോരാളി ഷാജിയുടേത് ഉൾപ്പെടെ 4 മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതായും പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അമൽ, മനീഷ്, റിബേഷ്, വഹാബ് എന്നിവരുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഒരേ ആളുകളാണ് എന്ന സംശയവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കണം എന്നും ഹൈക്കോടതിയിൽ വടകര പോലീസ് ആവശ്യപ്പെടുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് CN പ്രകാശ് നൽകിയത്. വലിയ തോതിൽ ഇത് UDF ക്യാമ്പുകളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതടക്കമുള്ള വിവരങ്ങൾ, ആക്ഷേപങ്ങൾ ആയിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ ആണ് ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്.